ഹലോ ഫ്രണ്ട്സ്, അടുക്കളയിൽ നിന്നും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അടുക്കളയിൽ പരീക്ഷിച്ച് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാണ്. ഒരു 6 ടിപ്പ് ഞാനിതിൽ പറയുന്നുണ്ട് മെയിനായിട്ട്. അതിൻ്റെ ഇടയിൽ വേറെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനും കാണണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ മലയാളികൾ മിക്ക കറികൾക്കും തക്കാളി അരിഞ്ഞിടാറുണ്ടല്ലേ. അതും അല്ലെങ്കിൽ നമ്മൾ തക്കാളി മിക്സിയിൽ അടിച്ച് അതിൻ്റെ ജ്യൂസ് നമ്മൾ കറികളിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു എളുപ്പപ്പണി പറയട്ടെ. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് കറികൾക്കൊക്കെ ഇടാനായിട്ട് എളുപ്പത്തിനാണ് കേട്ടോ ടിപ്പ് പറയുന്നത്. നന്നായിട്ട് അരച്ചെടുത്ത ശേഷം നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ ഐസ് ക്യൂബ് ട്രേ ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റായ ശേഷം എടുക്കുക. ഇത് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ അമ്മമാർക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും. അല്ലാത്ത രീതിയിലും, അതായത് നമ്മൾ കറികൾ വെക്കുമ്പോൾ നല്ല ഗ്രേവി നല്ല കുറുകിയ പാകത്തിന് കിട്ടാനും ഈ മെത്തേഡ് യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ക്യൂബായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിനൊരു പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇതേപോലൊരു പാത്രത്തിൽ അടച്ച് നമുക്കിത് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യാം. കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചും മസാല കറികൾക്കൊക്കെയാണ് നമ്മൾ തക്കാളി പേസ്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഞാനിവിടെ ചിക്കൻ യൂസ് ചെയ്യും, മുട്ടക്കറി വയ്ക്കാൻ യൂസ് ചെയ്യും. എല്ലാ കറികൾക്കും നോൺ വെജ് ഐറ്റംസ് മിക്കതും വെക്കാൻ തക്കാളി യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഈസി ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊന്നുമാണ് പുളിവെള്ളം. നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ സാമ്പാറോ ഇഞ്ചമ്പുളിയോ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ പുളി പിഴിഞ്ഞത് ബാക്കി വരും. നമ്മൾ മിക്കപ്പോഴും അത് കളയാറാണ് പതിവ്. അതിന് പകരം നമ്മൾ നന്നായിട്ട് അത് പിഴിഞ്ഞ് ഞെരടിയെടുത്ത ശേഷം നമ്മൾ തക്കാളിയൊക്കെ പ്യൂരിയാക്കി ഇതേപോലെ സ്റ്റോർ ചെയ്ത പോലെ പുളിവെള്ളവും നന്നായിട്ട് ഐസ് ക്യൂബ് ട്രേയിൽ വെച്ചിട്ട് ഇതേപോലെ സോൾഡാക്കി എടുക്കുക. നമുക്കിത് സാമ്പാർ വെക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പുളി ഇട്ടിട്ടുള്ള മറ്റെന്തെങ്കിലും കറികൾ വെക്കുമ്പോഴോ മീൻ കറിയൊക്കെ വാളം പുളിയിട്ട് വെക്കുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇതും നല്ലൊരു സൂപ്പർ ടിപ്പാണ് കേട്ടോ. 3-മത്തെ ടിപ്പാണ് നമ്മൾ പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചത് മിക്ക മധുരമുള്ള ഡിഷസിനൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. ഡിഷസിന് മാത്രമല്ല, നമ്മൾ ചായക്കും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കൊഴുക്കട്ട, മുട്ട ചുരുട്ട്, അതിന് ഏലാഞ്ചി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതേപോലുള്ള സ്വീറ്റ്സോ ചായയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അതിന് പഞ്ചസാര കുറച്ചധികം ഒട്ടും നനവില്ലാത്ത മിക്സിയുടെ ചെറിയ ജാറിലിട്ട ശേഷം ഒരു 10-15 ഏലക്ക ഇട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. ഇതിങ്ങനെ പൊടിച്ചെടുത്തത് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്കിത് സ്റ്റോർ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ജാറിലോ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സൂക്ഷിച്ച് അടച്ചു വെക്കുന്ന കണ്ടെയ്നറിലോ നമ്മൾ തട്ടിയിടുന്ന സ്പൂണിലോ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടും. ഞാനിപ്പോൾ ഇതിട്ടിട്ടൊരു ഏലക്ക ചായ ഉണ്ടാക്കുകയാണ്. ചായ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും അതിലേക്ക് ഒരു 1-2 കുഞ്ഞു സ്പൂൺ ഞാൻ ഏലക്ക പഞ്ചസാര പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിങ്ങനെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ചായ ആക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തിളച്ച ശേഷമാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ അടിയാത്ത, അതായത് മിക്സിയുടെ ജാറിൽ അടിയാത്ത ഏലക്കയുടെ തൊണ്ടൊക്കെ മുകളിൽ വരും. നമുക്ക് അരിച്ചത് മാറ്റാം. നല്ല സൂപ്പർ, നല്ല സ്മെല്ലായിട്ടുള്ള ഒരു സൂപ്പർ ഏലക്ക ടീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 4-മത്തെ ടിപ്പാണ് നമുക്ക് എങ്ങനെ നല്ല കട്ട തൈര്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല തൈര് നമുക്ക് എങ്ങനെ അധികം പുളിയില്ലാത്ത തൈര് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഞാനിവിടെ കുറച്ച് പാലെടുത്ത് കാച്ചി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇങ്ങനെ കാച്ചി കുറുക്കി എടുക്കുക. ഇങ്ങനെ സ്പൂണിലോ അല്ലെങ്കിൽ ഒരു തവയിലോ കോരിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ട് കാച്ചി കുറുക്കി എടുക്കുക. ചെറു ചൂടിൽ തൈരുണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഗ്ലാസിൻ്റെ ജാറാണ്. ഞാൻ ഒരു വീഡിയോയിൽ ഗ്ലാസിൻ്റെ ടിന്നെന്ന് പറഞ്ഞിട്ട് കമൻറ്റിൽ വന്നിരുന്നു, ചേച്ചി അത് ഗ്ലാസിൻ്റെ ടിന്നല്ല, ഗ്ലാസിൻ്റെ ജാറാണെന്ന്. അപ്പോൾ ഗ്ലാസിൻ്റെ ജാറിൽ ചെറു ചൂടിൽ ഒഴിച്ച് വെച്ച ശേഷം 1 സ്പൂൺ
പഴയ മോരോ തൈരോ എന്തെങ്കിലും യൂസ് ചെയ്യുക. തൈര് തന്നെയാണ് ബെറ്റർ കേട്ടോ. നല്ല കട്ടയായിട്ട് വളരെ എളുപ്പത്തിൽ നല്ല തൈരാകാൻ വേണ്ടി, നല്ല കട്ട തൈരാകാൻ വേണ്ടി പച്ചമുളക് പതിയെ ഒന്ന് കീറിയ ശേഷം ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടി ഒരു 5-6 വേപ്പില അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. വേപ്പില നിർബന്ധമില്ല, വേപ്പില ഉണ്ടെങ്കിൽ നല്ല പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ തൈരിന്. അടച്ചു വെച്ച് പയ്യെ ഒന്ന് ഷേക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പയ്യെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി തൈരിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. അതിനുശേഷം അത് മാറ്റി വെക്കുക. ഒരു 12 മണിക്കൂറോ 8 മണിക്കൂറിനോ ശേഷം നോക്കുമ്പോഴത്തേനും ഇങ്ങനെ നല്ല കട്ട തൈരായിട്ടുണ്ടാവും. അടുത്ത ടിപ്പാണ്, നമ്മൾ കേരളീയരുടെ എന്നല്ല ഇന്ത്യക്കാരുടെ മെയിൻ ഒരു സംഗതിയാണ് ഗരം മസാല. അപ്പോൾ ഗരം മസാല നമ്മൾ ഉണ്ടാക്കാനായിട്ട് സ്പൈസസ് ഒക്കെ ഇടത്തില്ലയോ? ഏലക്ക, പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ പെരുംജീരകം. നമ്മൾ കുറച്ച് എരിവിന് വേണ്ടി ഒരു 3-4 വറ്റൽ മുളകും കൂടി അതിലേക്ക് ചേർക്കും. പട്ടയൊക്കെ ഒത്തിരി ഇടരുത്, ഒത്തിരി ഇട്ടാൽ ഭയങ്കര കുത്തലായിരിക്കും. നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്നതിലൊക്കെ ഒത്തിരി പട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഭയങ്കര കുത്തൽ ഫീൽ ചെയ്യുന്നത്. ചെറിയൊരു എരിവിന് വേണ്ടി കുറച്ച് വറ്റൽ മുളകും കൂടി ചേർക്കാം. ഇതിന് ടേസ്റ്റും ഫ്ലേവറും കൂട്ടുന്ന മറ്റൊരു സാധനമാണ് ചുക്ക്. ഒരു ചെറിയ കഷ്ണം ചുക്ക് നന്നായിട്ടൊന്ന് കുത്തിച്ചതച്ചിട്ട് നമ്മൾ ഈ വറുക്കാൻ വെച്ചിരിക്കുന്ന സ്പൈസസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഡ്രൈ റോസ്റ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നനവിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് പൊടിഞ്ഞു കിട്ടും. ഞാൻ ഇതേപോലെയുള്ള പാത്രത്തിലാണ് കേട്ടോ സ്പൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. കുറച്ച് അത്യാവശ്യത്തിന് ഞാൻ പുറത്തും വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗരം മസാല അല്ലെങ്കിൽ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ടിന്നുകൾ നമുക്കിപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിത് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ചട്ടിയിൽ നിന്ന് ഞാൻ ഒരു പാത്രത്തിലേക്ക്, ഒരു പ്ലേറ്റിലേക്ക് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേനും ഒട്ടും നനവില്ലാത്തൊരു ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് എന്നിട്ട് പൊടിച്ചെടുക്കുക. ഭയങ്കര ഫൈൻ പൗഡർ ആവണമെന്നൊന്നുമില്ല. നമുക്ക് ഗരം മസാല എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ അറിയാമല്ലോ. പൊടിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ വീട്ടിൽ നല്ല മണമാണ്. ഒരു കല്യാണ വീടിൻ്റെയൊക്കെ സ്മെല്ലാണ്. ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നുന്നതായിരിക്കും കേട്ടോ. നല്ല മസാല, വല്ലാത്തൊരു ഫ്ലേവറാണ്. അപ്പോൾ ചുക്കിട്ടിട്ടുണ്ടെങ്കിൽ ഒരു നമ്പർ 1 ഫ്ലേവറാണ് നമ്മുടെ ഗരം മസാലയ്ക്ക്. അപ്പോൾ ഇനി നിങ്ങൾ ഗരം മസാല പൊടിക്കുമ്പോൾ ഒരു കഷ്ണം ചുക്കിട്ടിട്ട് പൊടിച്ചോളൂ കേട്ടോ. ഇതേപോലുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് മാക്സിമം പോകാതെ നമുക്ക് 1 വർഷം വരെ യൂസ് ചെയ്യാം. ഇത് ഗ്യാരണ്ടി ആണ് കേട്ടോ. ഷുവറായിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നൊരു ടിപ്പാണ്. അടുത്ത ടിപ്പാണ്, നമ്മൾ മുട്ടയൊക്കെ വറുക്കുമ്പോഴത്തേനും മുട്ട പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷമാണ് നമ്മൾ സവാളയാണെങ്കിലും പച്ചമുളകാണെങ്കിലും അതിൻ്റെ പൊടികളാണെങ്കിലും ഒക്കെ ഇടുന്നത്. പക്ഷേ അങ്ങനെ ഇടുമ്പോൾ ആ പൊടികളൊക്കെ അവിടെ ഇവിടെയും കട്ട പിടിച്ച് കിടക്കും, ഒന്നും അങ്ങ് മുട്ടയിലേക്ക് കലരത്തില്ല. അപ്പോൾ അതിനുള്ള എളുപ്പപ്പണിയാണ് നമ്മൾ ഇതേപോലെ നമുക്ക് എന്തൊക്കെയാണ് അതിൽ ഇടുന്നതെന്ന് വെച്ചാൽ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്ത ശേഷം, ഉപ്പും മസാലകളും എല്ലാം മിക്സ് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചു കൊടുക്കുക. അതിലേക്ക് മുട്ടയിട്ട് നന്നായിട്ട് വെട്ടിയെടുക്കുക. നമ്മുടെ മസാലയെല്ലാം കറക്റ്റായിട്ട് എല്ലായിടത്തേക്കും കലങ്ങിയിരിക്കുന്നത് കാണാം. ഇങ്ങനെ വെള്ളം ഒഴിച്ച് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചിക്കി വറുക്കുകയോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ വറുത്തെടുക്കുകയോ ചെയ്യാം. വെള്ളം ഒഴിച്ച് വറുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തട്ടുകടയിലൊക്കെ വറുക്കുന്ന അതേ ഫ്ലേവറാണ്, അതേ സ്മെല്ലാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്പുകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു.